നാം ഏവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷമായി തിരഞ്ഞെടുപ്പുകൾ ഒന്നും നടത്താതിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ, അവിടെയുള്ള ജനത എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2014 നവംബർ ഡിസംബറിലാണ് അവിടുത്തെ അവസാന തെരഞ്ഞെടുപ്പ് നടന്നത്. ഉമർ അബ്ദുള്ളയ്ക്കൊക്കെ ശേഷം പിന്നീട് അവിടെ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഒരു PDP BJP നേതൃത്വത്തിലുള്ള സഖ്യമായിരുന്നു അധികാരത്തിൽ വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം മരിക്കുകയും അതിനുശേഷം കുറച്ചു കാലം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി സഭയിലെത്തുന്നത് നമ്മൾ കണ്ടതാണ്. 2016 ശേഷമാണ് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് 2018 ശേഷം ഏതാണ്ട് നമുക്കറിയാം ഡിസംബറിൽ BJP PDPക്ക് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയും അങ്ങനെ സർക്കാർ താഴെ വീഴുകയും വീണ്ടും അവിടെ രാഷ്ട്രപതി ഭരണം വരികയും ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഏറെക്കാലമായി BJP അജണ്ടയിൽ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന നിയമം അവർ പാസാക്കുകയാണ്. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം നിയമം നടപ്പിലാക്കുന്നു. ഒടുവിൽ പലതരത്തിലുള്ള കോടതി ഇടപെടലുകൾ ഉണ്ടാകുന്നു. ചിലർ ഇതിനെതിരെ കോടതിയിൽ പോകുന്നു. ഒടുവിൽ BJP സർക്കാരിന്റെ തീരുമാനം, അതായത് 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, അതിനെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി അവസാനമായി ഉത്തരവിടുന്നു. ഏതാണ്ട് 2023 സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന്, 2024 സെപ്റ്റംബർ 30 മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള അന്ത്യശാസനവും കൂടി സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. കാരണം കുറെ നാളുകളായി ഏതാണ്ട് 10 വർഷമായി അവിടെ തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവിടുത്തെ ലോക്കൽ ബോഡീസിന്റെ, അതായത് പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ, നമ്മൾ ഇവിടെ പറയുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, ഇതുപോലെയുള്ള അവിടുത്തെ പ്രാദേശിക സർക്കാരിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെയൊക്കെ കാലാവധി അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി പാർട്ടികളുടെ മീറ്റിങ്ങുകൾ നടക്കുകയും അവര് സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. BJP എന്നാൽ ഏറെക്കാലമായി അതിനോട് വേണ്ടത്ര ക്രിയാത്മകമായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒടുവിൽ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അനുകൂലമായി വിധിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഇടപെടലുകൾ ഉണ്ടാവുകയും സർക്കാരില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്, ഈ സെപ്റ്റംബർ 30 മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള അന്ത്യശാസനം നൽകുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പെട്ടെന്ന് തന്നെ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല അവിടെ മണ്ഡല പുനർനിർണയം നടത്തിയിരുന്നു. നേരത്തെ 87 സീറ്റിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഇത്തവണ 3 സീറ്റും കൂടെ അവിടെ കൂടിയിരിക്കുകയാണ്. ഏതാണ്ട് 90 സീറ്റുകളിലേക്കുള്ള മത്സരമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ നിയമസഭയിൽ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ നിയമസഭയിൽ ഇപ്പോൾ 90 സീറ്റുകളാണ് ഉള്ളത്. ആ 90 സീറ്റുകളിലേക്കുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടുത്തെ ഏതാണ്ട് ഈ 90 സീറ്റുകൾ 16 സീറ്റുകൾ ഏതാണ്ട് പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി പാർട്ടികളുടെ നേതാക്കൾ അവിടെ സന്ദർശിക്കുകയും അവിടെ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ട വിവരങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഈ 2018 ഡിസംബറിന് ശേഷം അവിടെ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2019 അവിടുത്തെ ഉണ്ടായിരുന്ന 370 എടുത്ത് കളഞ്ഞതോടുകൂടി BJPക്ക് എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് അവിടെ നിന്ന്, അല്ലെങ്കിൽ എന്ത് സ്വീകാര്യതയാണ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് എന്ന് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്നുള്ളത് വാസ്തവമാണ്. കഴിഞ്ഞ ലോകസഭയിൽ ഉണ്ടായ റെക്കോർഡ് വോട്ടിംഗ് ശതമാനം ഒരുപക്ഷെ ഇതിന്റെ ചരിത്രത്തിൽ തന്നെ, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ മികച്ച ഒരു വോട്ടിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് ജമ്മു ആൻഡ് കാശ്മീർ സുസജ്ജമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ആ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയത്. ഒരു സംശയവും വേണ്ട, വിഘടനവാദികളും പ്രശ്നക്കാരും ഒക്കെ തെരഞ്ഞെടുപ്പ് അലോകോലപ്പെടുത്തുവാനുള്ള എല്ലാ സർവ്വവിധ ശ്രമങ്ങളും നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ജമ്മു ആൻഡ് കാശ്മീർ. അത് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അവിടെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ പദവിയാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേട്ടം കൊയ്യാൻ BJP ശ്രമിച്ചിരുന്നു എങ്കിൽ BJP ഒരു വലിയ രാഷ്ട്രീയ ഫോഴ്സ് ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടുത്തെ പ്രാദേശികപരമായി ഇപ്പോൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, കാരണം അവിടെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസ് ഉണ്ട്, PDP പോലുള്ള പാർട്ടികളുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് ഉണ്ട്, പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ട്, CPM പോലും അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സീറ്റ് കിട്ടിയതാണ്. സ്വതന്ത്രന്മാർക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ അവിടെ വളരെ വലിയ സ്വാധീനവും അവിടെയുള്ള പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ വളരെ വിഭിന്നമാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. 3 ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.
സെപ്റ്റംബർ 18-ന് 24 മണ്ഡലങ്ങളിലേക്കും സെപ്റ്റംബർ 25-ന് 26 മണ്ഡലങ്ങളിലേക്കും ഒക്ടോബർ 1-ന് 40 മണ്ഡലങ്ങളിലേക്കും അങ്ങനെ മൊത്തം 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2014 അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ PDPക്ക് 28 സീറ്റ് കിട്ടിയിരുന്നു. ജമ്മു കാശ്മീർ PDPക്ക് 28 സീറ്റ് കിട്ടി. BJPയെ സംബന്ധിച്ചിടത്തോളം 25 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നാഷണൽ കോൺഫറൻസിന് 15 സീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പീപ്പിൾസ് കോൺഫറൻസിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് അവിടെ 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 12 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. CPM-ന് 1 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. സ്വതന്ത്രന് 3 സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 87 സീറ്റിലേക്കാണ് അവിടെ മത്സരം നടന്നത്. PDPക്ക് 28 സീറ്റ്, BJPക്ക് 25 സീറ്റ്, നാഷണൽ കോൺഫറൻസിന് 15 സീറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 12 സീറ്റ്, പീപ്പിൾസ് കോൺഫറൻസിന് 2 സീറ്റ്, PDF-ന് 1 സീറ്റ്, CPM-ന് 1 സീറ്റ്, സ്വതന്ത്രന്മാർ 3 പേര്. അങ്ങനെ മൊത്തം 87 സീറ്റുകൾ ആണ് അവിടെ മത്സരം നടത്തുകയും അവിടുത്തെ ഒരു സാഹചര്യം അത് തന്നെയായിരുന്നു. അവിടെയാണ് ഈ PDPയും BJPയും ചേർന്നുകൊണ്ട് 28, 25 കിട്ടിയ PDPയും BJPയും ചേർന്നുകൊണ്ടാണ് അവിടെ 90 സീറ്റിൽ ഉണ്ടായ മത്സരത്തിൽ അവർ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് 29 ആകുമ്പോഴേക്കും നമ്മൾ കണ്ടതാണ് അവിടെ പിന്തുണ പിൻവലിക്കുകയും പിന്നീട് ഉണ്ടായ 28-ൽ BJP PDPക്ക് നൽകിയിരിക്കുന്ന പിന്തുണ പിൻവലിക്കുകയും ആ സർക്കാർ വീഴുകയും പിന്നീട് നടന്നതെല്ലാം നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി കണ്ടതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ മണ്ഡല പുനർനിർണയം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന ചർച്ചകൾ നടത്തിയിരുന്ന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 370 മാറ്റിവെച്ചുകൊണ്ട് അവിടെ പ്രത്യേക സംസ്ഥാന പദവി മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലും 90 സീറ്റുകളുള്ള ഒരു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിലും ഒരുപക്ഷെ നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുകയാണ്. കാരണം ധാരാളം മാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് അത് രാഷ്ട്രീയപരമായി മാത്രമല്ല ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ പ്രാധാന്യമുള്ള ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ആര് വിജയിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മിന്നുന്ന പ്രകടനം നടത്തുകയും ഒരുപക്ഷെ വളരെ ശക്തമായ പ്രതിപക്ഷമായി അവിടെ എത്തുകയും ചെയ്തു. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നമായിരുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് നേരിയ തിരിച്ചടികൾ കിട്ടിയിരുന്നുവെങ്കിലും അവിടെ ലോക്സഭാ സീറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം 5 സീറ്റുകളിൽ 2 സീറ്റുകൾ അവർക്ക് നേടാനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ നേട്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. എന്നാൽ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വിഭിന്നമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളായി നടത്തണമെന്ന് തുടർച്ചയായി പല പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചിരുന്നത് അല്ലെങ്കിൽ 10 വർഷമായി അവിടെ തെരഞ്ഞെടുപ്പുകളൊന്നും നടന്നില്ല, തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നില്ല എന്നതൊക്കെ BJPക്കെതിരെ വളരെ വലിയ വിമർശനമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഏറെക്കുറെ ശരിയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു BJP വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, BJPക്ക് എതിരായിട്ടുള്ള വളരെ ശക്തമായ പ്രചരണമായിരിക്കും ഇടതുപക്ഷം നടത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ ഇടതുപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയാലും BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്നവർക്കെല്ലാം ജമ്മു ആൻഡ് കാശ്മീരിനോട് എന്നും ഒരേ കാഴ്ചപ്പാടൊക്കെയാണ് എന്നുള്ള തരത്തിലാണ് പല ചെറിയ ചെറിയ പാർട്ടികളും അല്ലെങ്കിൽ ഇതര പ്രാദേശിക പാർട്ടികൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. നമുക്കറിയാം PDP ആയാലും നാഷണൽ കോൺഫറൻസ് ആയാലും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് PDF ആയാലും ഇങ്ങനെയുള്ള ധാരാളം പാർട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകമാണ് അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെറു പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നേട്ടം ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതൊരു പക്ഷേ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. അവിടുത്തെ സുരക്ഷ, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വൈരവിഹാരം, സമാധാനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എത്രമാത്രം ഭംഗിയായി അവിടെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി നമുക്കറിയാം ജമ്മു കാശ്മീരിലെ പല പ്രദേശങ്ങളിലും തുടർച്ചയായി സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ചില മേഖലകളിലൊക്കെ അസ്ഥിരതമാകുവാൻ നോക്കുന്നു. പ്രത്യേകിച്ച്
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ ജമ്മു കാശ്മീർ പ്രത്യേക യൂണിയൻ ടെറിട്ടറിയാക്കി കേന്ദ്രഭരണ പ്രദേശമായി നമ്മൾ മാറ്റിയതോടുകൂടി, അല്ലെങ്കിൽ 370 അനുച്ഛേദം എടുത്ത് കളഞ്ഞതോടുകൂടി ജമ്മു ആൻഡ് കാശ്മീരിൽ വളരെ സുരക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കുറവാണെന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ BJP പ്രചരണം നടത്തിയിരുന്നു. അതൊക്കെ അവിടുത്തെ വിഘടന ശക്തികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ശക്തി ക്ഷയിച്ചു വരുന്നു എന്നുള്ള തരത്തിൽ മറ്റുള്ളവർ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. പല മേഖലകളിലും അവിടെ നിരന്തരമായി ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സർവ്വവിധ സന്നാഹങ്ങളുമായി അവർ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് അവിടെ സന്ദർശനം നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷവും മണ്ഡല പുനർനിർണയത്തിന് ശേഷവും ജമ്മു കാശ്മീരിന്റെ തന്നെ പദവികൾ വന്ന മാറ്റവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആര് മുന്നേറും എന്നുള്ളതാണ് രാഷ്ട്രീയം പഠിക്കുന്നവർ, നിരീക്ഷിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ കാണുന്നത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന തിരിച്ചടി BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത്രയൊക്കെ ജമ്മു കാശ്മീരിൽ ഇടപെട്ടിട്ടും ഒരുപക്ഷെ അവർക്ക് നേട്ടം കൊയ്യാനായില്ലെങ്കിൽ, ഒരുപക്ഷെ തങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ പലതും തെറ്റായിരുന്നു എന്നുള്ള തരത്തിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷ പാർട്ടികൾ ഇവർക്കെതിരെ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാഷ്ട്രീയ കാര്യം മാത്രമല്ല, അതിന് ഇതര മാനങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത്. തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ പട്ടിണിയും അതുപോലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി മാറുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജമ്മു ആൻഡ് കാശ്മീർ BJPക്ക് പഴയതുപോലെ, അല്ലെങ്കിൽ BJPക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു നില നിർത്താനാകുമോ എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷം തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നതും, അല്ലെങ്കിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും അവരുടെ ജനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയാതിരുന്നതും ഒക്കെ വലിയ പ്രശ്നങ്ങളായി ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ്. എന്നാൽ 370 അനുച്ഛേദം എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം സമ്മാനിക്കുവാനാണ് തങ്ങൾ ശ്രമിച്ചതെന്നുള്ള തരത്തിലായിരിക്കും BJP ഈ പ്രശ്നത്തെ കാണുവാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒക്ടോബർ 1 വരെ 3 ഘട്ടങ്ങളായി സെപ്റ്റംബർ 18-നും 25-നും ഒക്ടോബർ 1-നുമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏതാണ്ട് ഒക്ടോബർ 4-ന് പുറത്തു വരികയാണ്. ഹരിയാനയോടൊപ്പം ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫലവും പുറത്തു വരികയാണ്. അപ്പൊ അന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ഏതാണ്ട് 43 സീറ്റുകളാണ് ജമ്മു മേഖലകളിൽ ഉള്ളതെങ്കിൽ 47 സീറ്റുകളാണ് കാശ്മീർ മേഖലകൾ ഉള്ളത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ചില മേഖലകൾ, അത് മാത്രമല്ല ഈ 16 സീറ്റുകൾ ഏതാണ്ട് 7 സീറ്റ് SC സീറ്റുകളാണ്, 9 സീറ്റുകൾ ST സീറ്റുകളാണ്. പട്ടികവർഗ മണ്ഡലങ്ങൾ 9 സീറ്റും പട്ടികജാതി മണ്ഡലങ്ങൾ 7 സീറ്റും, അങ്ങനെ ഏതാണ്ട് 16 സീറ്റുകൾ പട്ടികവർഗ മണ്ഡലങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഒരുപക്ഷെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ മേഖലയിലും ആർക്കാണ് സ്വാധീനമുള്ളത് എന്ന് നമുക്ക് ഒരു പ്രവചനം എന്ന് പറയുന്നത് സാധ്യമല്ല. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സ്ഥിതിയിൽ അത് ഒട്ടും സാധ്യമല്ല എന്നുള്ളതാണ്. എന്തായാലും പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ നീണ്ടുപോയതും അവിടെയുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഏറെ വലയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായി അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കുടിയേറ്റക്കാർക്ക് വരെ അവിടെ വോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. 11,838 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 735 വോട്ടർമാര് വീതമാണ് ഏകദേശം ഒരു ബൂത്തുകളിലുള്ളത്. എന്തായാലും സമാധാനപരമായി വോട്ടെടുപ്പ് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിഘടന ശക്തികൾ പലതരത്തിലും ഈ വോട്ടെടുപ്പിനെ അട്ടിമറിക്കുവാനുള്ള സാധ്യത ജമ്മു ആൻഡ് കാശ്മീരിൽ നിലനിൽക്കുന്നു. എങ്കിലും ഇന്ത്യ ഗവൺമെന്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉറച്ച ശബ്ദവുമായി അവിടുത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് അവർ കാഴ്ചവെച്ച വളരെ ഉയർന്ന വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സർവകാല റെക്കോർഡായിരുന്നു. ആ ഉയർന്ന വോട്ടിംഗ് ശതമാനം അവർ കാഴ്ചവെച്ചതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ജമ്മു ആൻഡ് കാശ്മീർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് പറയാനാവാത്ത സാഹചര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ജമ്മു ആൻഡ് കാശ്മീരിന്റെ അനുച്ഛേദം 370 ഒഴിവാക്കിയത് വലിയ വിഷയമായി ഉയർത്തും. കോൺഗ്രസ് പാർട്ടിയെയും മറ്റ് ഇതര പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി BJP തെരഞ്ഞെടുപ്പ് നടത്താതിരുന്നതും തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഒരു വിഷയമായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും പ്രവചനാതീതമായ ഈ തെരഞ്ഞെടുപ്പിൽ
എന്തായാലും അവിടെ നിന്ന് വരുന്ന സൂചനകൾ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആശയ്ക്ക് വക നൽകുന്നതാണെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് പകുതിക്കടുത്ത് സീറ്റ് നേടാനായെങ്കിൽ അത്രയെങ്കിലും സീറ്റുകൾ തങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ നിലനിർത്താനാകുമോ എന്നുള്ളതാണ് BJP ആലോചിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ജമ്മു ആൻഡ് കാശ്മീർ വിധേയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമുക്ക് ഒക്ടോബർ 4 വരെ വിധിക്കായി കാത്തിരിക്കാം.